are some people who made it big against all odds. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വിജയം നേടിയ ചില ആളുകൾ ഇതാ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓഥർ. അരുണിമ സിൻഹ, the first female amputee to climb Mount Everest. രവീന്ദ്ര ജെയിൻ, Indian music composer, lyricist and playback singer. ഹെലൻ കെല്ലർ, 1882-1968. അമേരിക്കയിലെ അലബാമയിൽ ജനിച്ചു. രോഗനിർണയം നടത്താത്ത, രോഗം ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാത്ത ഒരു മസ്തിഷ്ക രോഗം മൂലം ജനിച്ച 19 മാസങ്ങൾക്ക് ശേഷം അവർക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. അമേരിക്കയിൽ ബിരുദം നേടുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരിയായി അവർ മാറി. രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഒരാളായി അവർ കണക്കാക്കപ്പെട്ടു. ഇന്ന് ഹെലൻ കെല്ലർ ദൃഢനിശ്ചയത്തിൻ്റെയും ഡിറ്റർമിനേഷൻ, സഹിഷ്ണുതയുടെയും എൻഡുറൻസ് ആൻഡ് സ്ട്രഗിൾ, പോരാട്ടത്തിൻ്റെയും പ്രതീകമാണ്. അവരുടെ ആത്മകഥയായ ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് അവരുടെ പോരാട്ടങ്ങളുടെയും വിജയത്തിൻ്റെയും ഒരു രേഖയാണ്. Now read an excerpt from chapter 1 of Helen Keller's autobiography. ഇനി ഹെലൻ കെല്ലറുടെ ആത്മകഥയിലെ ഫസ്റ്റ് ചാപ്റ്റർ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് വായിക്കാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം സാധാരണ പോലെ മറ്റെല്ലാ ചെറിയ ജീവിതങ്ങളുടെയും പോലെയുമായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ വന്നു, കണ്ടു, വിജയിച്ചു. എനിക്ക് ഒരു പേരിനെക്കുറിച്ച് പതിവ് ചർച്ചകളുണ്ടായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന് നിസ്സാരമായ പേരിടാൻ പാടില്ലായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് ഊന്നി പറഞ്ഞു. എൻ്റെ അച്ഛൻ മിൽഡ്രസ് ക്യാമ്പൽ എന്ന പേര് നൽകി. അവർ ഞങ്ങളുടെ വളരെ ആദരണീയരായ പൂർവികരിൽ ഒരാളായിരുന്നു. പക്ഷെ എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആവേശത്തിൽ അച്ഛൻ വഴിയിൽ ആ പേര് മറന്നുപോയി. ചർച്ച് മിനിസ്റ്റർ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹെലൻ ആദംസ് എന്ന പേര് നൽകി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആകാംക്ഷയും ആത്മധൈര്യവും നിറഞ്ഞ ഒരു മനോഭാവത്തിൻ്റെ പല ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം അനുകരിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചു. 6 മാസമായപ്പോൾ എനിക്ക് ഹൗ ഡിയേ എന്ന് പറയാൻ കഴിഞ്ഞു. ഒരു ദിവസം ടി 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 എന്ന വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. എൻ്റെ അസുഖത്തിന് ശേഷവും ഈ ആദ്യ മാസങ്ങളിൽ ഞാൻ പഠിച്ച വാക്കുകളിൽ ഒന്ന് ഞാൻ ഓർത്തു. അത് വാട്ടർ എന്ന വാക്കാണ്. മറ്റെല്ലാ സംസാരശേഷിയും നഷ്ടപ്പെട്ടതിന് ശേഷവും ഞാൻ ആ വാക്കിനെ കുറിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് തുടർന്നു. വാ വാ എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തിയത് ആ വാക്കിൻ്റെ അക്ഷരവിന്യാസം പഠിച്ചപ്പോഴാണ്. എനിക്കൊരു വയസ്സുള്ളപ്പോൾ ഞാൻ നടന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ബാത്ത് ടബിൽ നിന്ന് പുറത്തെടുത്ത് മടിയിൽ പിടിച്ചു. മിനുസമുള്ള തറയിൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങിയ ഇലയുടെ നിഴലുകൾ എന്നെ ആകർഷിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് വഴുതി അത് കാണാൻ അടുത്തേക്ക് ഓടി. പക്ഷെ ആ പ്രേരണ പെട്ടെന്നില്ലാതായി. ഞാൻ വീണു. അമ്മയുടെ കൈകളിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കരഞ്ഞു. ഈ സന്തോഷകരമായ ദിവസങ്ങൾ അധിക നാൾ നീണ്ടു നിന്നില്ല. 1 വർഷം മാത്രം. റോബിനും മോക്കിംഗ് ബേർഡും എന്ന കിളികൾ അവരുടെ മധുരമായ ഗാനങ്ങൾ പാടിയ ഒരു ചെറിയ വസന്തകാലം. പൂക്കുന്ന റോസാപ്പൂക്കളും പഴങ്ങളുമുള്ള ഒരു വേനൽക്കാലം. സ്വർണ്ണപ്പഴങ്ങളും പൊഴിയുന്ന ഇലകളുമുള്ള ഒരു ശരത്കാലം. ഫെബ്രുവരിയിൽ ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ അത് സംഭവിച്ചു. എൻ്റെ കണ്ണുകളും കാതുകളും എന്നേക്കുമായി അടച്ചു. ഒരു രോഗം എന്നെ ബാധിച്ചു. ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർ കരുതി. പക്ഷേ ഒരു ദിവസം അതിരാവിലെ പനി എന്നെ വിട്ടുപോയി. ആ രാവിലെ കുടുംബത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി ഒരിക്കൽ കാണില്ലെന്നും കേൾക്കില്ലെന്നും ആർക്കും, ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു. ആ രോഗത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഉണരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ആ ആർദ്രത എനിക്ക് ഓർമ്മയുണ്ട്. ഒരു അസ്വസ്ഥമായ ഉറക്കത്തിനു ശേഷം ഞാൻ ഉണർന്നപ്പോൾ അനുഭവിച്ച വേദനയും ആശയക്കുഴപ്പവും ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ സ്നേഹിച്ചിരുന്ന വെളിച്ചത്തിൽ നിന്ന് ഞാൻ കണ്ണുകൾ മാറ്റി. പക്ഷേ ഈ ക്ഷണികമായ ഓർമ്മകൾ ഒഴികെ അതെല്ലാം വളരെ സത്യമല്ലെന്ന് തോന്നുന്നു, ഒരു പേടി സ്വപ്നം പോലെ. ക്രമേണ ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയുള്ള നിശബ്ദതയോടും ഇരുട്ടിനോടും പൊരുത്തപ്പെട്ടു. എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും മറന്നു. എല്ലാം മാറ്റിമറിച്ചതും എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയതും എൻ്റെ അധ്യാപകനായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസം വ്യത്യസ്തമായിരുന്നു. വിശാലമായ പച്ചപ്പാടങ്ങളുടെയും തിളങ്ങുന്ന ആകാശത്തിൻ്റെയും മരങ്ങളുടെയും പൂക്കളുടെയും ഒരു ചെറിയ കാഴ്ച ഞാൻ കണ്ടു. തുടർന്നുള്ള ഇരുട്ടിന് അവയെ പൂർണ്ണമായും മായ്ക്കാൻ കഴിഞ്ഞില്ല.